ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷന് പോകേണ്ടതുള്ളതുകൊണ്ട് രാവിലെ തന്നെ കിച്ചണിൽ കയറി ദോശയും ചമ്മന്തിക്കറിയും ചായയും ഉണ്ടാക്കി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ മോളെ റെഡിയാക്കണം, ഞങ്ങൾക്ക് റെഡിയാവണം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മോളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ്. അപ്പം മോളെ നേരത്തെ റെഡിയാക്കി, ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മണ്ഡപത്തിലെത്തിയേ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ഡപത്തിൻ്റെ അകത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അകത്ത് കയറി സീറ്റൊക്കെ കിട്ടി അവിടെ ഇരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട് ആനി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരും വന്നു. അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ ബ്രൈഡിൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. മുഹൂർത്ത സമയം ആയപ്പോഴത്തേക്കും വധുവരന്മാർ മണ്ഡപത്തിൽ വന്നു. അവരുടെ ബന്ധുമിത്രാദികളെല്ലാവരും ഉണ്ടായിരുന്നു. കെട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രൈഡിനും ഗ്രൂമിനും ആശംസകളൊക്കെ അറിയിച്ച് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് തന്നെ തിരിച്ച് വരണ വഴിക്ക് ഞങ്ങൾ കോട്ടൂർ ഇറങ്ങിയായിരുന്നു. കോട്ടൂർ ആന വളർത്തൽ സങ്കേതമാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയായിരുന്നു. അവിടെ ഇറങ്ങി മോൾക്ക് ആനയെ കാണിച്ചു കൊടുത്തു. വളരെ കുറച്ച് ആനകളെ അവിടെ ഉള്ളൂ എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ കാണുന്ന ആന 84 വയസ്സായ ഉള്ളതിൽ ഏറ്റവും പ്രായം ചെന്ന ആനയാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നെയ്യാറിൻ്റെ റിസർവോയറാണ്. അപ്പോൾ ഇവിടെയാണ് ആനകളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇങ്ങ് മുകളിൽ കയറിയിട്ട് വെള്ളം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് വറ്റി കിടക്കുവാണ്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എന്തോ മോൾ ഐസ്ക്രീം കാണുന്നിടത്തേക്ക് പോവുകയാണ്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഐസ്ക്രീം കിട്ടിയില്ല, പകരം ഐസാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഐസൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ബോട്ടിങ്ങിനൊന്നും പോയില്ല. തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ക്ഷീണമൊക്കെ മാറി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.